ശ്മശാനത്തിലേക്ക് അല്പം സമയത്തിനുള്ളിൽ എത്തിച്ചേരും. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം അവിടെ തുടരുന്നുണ്ട്. രഘു, ആദ്യം ഒരു ആംബുലൻസ് അവിടെ എത്തി, പിന്നീടാണ് ഈ പറയുന്ന ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പോഴേക്കും അവിടെ അത് നമുക്കറിയാം. വൈകുന്നേരം ഞാൻ നേരത്തെ രഘുവിനോട് ചോദിക്കുകയായിരുന്നു, വൈകുന്നേരം കാട് മൂടിക്കിടന്ന ഒരു ഭൂമി നമ്മുടെ കൺമുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു പൊതു ശ്മശാനമായി രൂപപ്പെട്ടത്. 32 കുഴികൾ അവിടെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. 8 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള തീരുമാനമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. 5 ആംബുലൻസുകൾ അവിടേക്ക് പുറപ്പെടുകയും ചെയ്തു. അവിടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാണല്ലോ, അല്ലേ? വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കാരണം മാധു പറഞ്ഞതുപോലെ തന്നെ കൺമുന്നിലാണ് ഒരു കാട് മൂടിയ പ്രദേശം. ഈ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് വളരെ വേഗതയിൽ തന്നെ ഒരു ശ്മശാനമായി മാറിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട്, സേവാഭാരതി പ്രവർത്തകരുണ്ട്, PDP പ്രവർത്തകർ, അങ്ങനെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉള്ള എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇവിടെ സജീവമായി നിന്നതുകൊണ്ട് മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതും അല്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വളരെ വേഗതയിൽ ചടുലമായി നടക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരായ കെ രാജൻ, ഒപ്പം തന്നെ MB രാജേഷ്, OR കേളു, AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. മലപ്പുറം യൂണിറ്റ് അവിടെ അതിൻ്റെ ദൃശ്യങ്ങൾ നൽകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുപോലെ വിവിധ രാഷ്ട്രീയ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഡോക്ടർ B ശ്രീനിവാസ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളുണ്ട്, DYFI നേതാക്കളുണ്ട്, അങ്ങനെ BJP നേതാക്കളുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുത്തുമലയിലും മറ്റും ജീവൻ നഷ്ടമായവരുടെ ബന്ധുക്കൾ, അതായത് ഇതുവരെ തിരച്ചിലിൽ കണ്ടെത്താൻ കഴിയാത്ത ആളുകളുടെ ബന്ധുക്കളടക്കം വൈകുന്നേരം 4 മണി മുതൽ ഇവിടെ കാത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഇവിടെ ഒരുക്കങ്ങൾ ഒക്കെ ആരംഭിച്ചത്. 4 മണിയോടുകൂടി തന്നെ 30 കുഴികൾ അടക്കം എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിരുന്നു. പുരോഹിതർ, വിവിധ മത സാമുദായിക സംഘടനയിൽപ്പെട്ട പുരോഹിതരും ഇവിടെ സന്നിഹിതരായിരുന്നു. അപ്പോഴാണ് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കാരണം ഇത്രയും വൈകിയത്. 9 മണിയായി, ഒരു 5 മണിക്കൂറോളം ആളുകൾ ഇവിടെ കാത്തിരിക്കുകയാണ്. 5 ആംബുലൻസാണ് നിലവിൽ പുറപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്നൊരു മുക്കാൽ മണിക്കൂർ കൊണ്ട് ഇവിടെ പുത്തുമലയിലെ ഇവിടേക്ക് ഓടിയെത്താൻ വേണ്ടി സാധിക്കും. പുത്തുമലയ്ക്ക് ഒരു വലിയ ദുരന്തത്തിൻ്റെ ചരിത്രം കൂടിയുണ്ട്. 17 പേരാണ് 5 വർഷം മുൻപുണ്ടായി ഇവിടെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തിന് തൊട്ടു മുകളിലായി ഉണ്ടായ ഇതുവഴി ഒഴുകിപ്പോയ ഉരുളിൽ ജീവൻ നഷ്ടമായത്. അതിൽ 4 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. അത്തരത്തിൽ ഒരു ദുരന്തത്തിൻ്റെ ചരിത്രമുള്ള ഒരു ഭൂമിയിലാണ് മറ്റൊരു ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ ആളുകളെ സംസ്കരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സങ്കടകരമായ കാര്യം. എന്ന് മാത്രവുമല്ല, ധാരാളം ആളുകൾ, അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവസാനമായി ഒരു നാക്കു കാണുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു മാനസികമായ വലിയ ഒരു സംഘർഷം നൽകുന്ന കാര്യമാണ്. അവസാനമായി നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ കണ്ടില്ല എങ്കിൽ അവർക്ക് അവസാനമായി ഒരു അന്ത്യോപചാരം അർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ആലോചിക്കുക. ഒന്നിച്ച് ജീവിച്ചവർ, ഒന്നിച്ചു കഴിഞ്ഞവർ, ഒരു രാത്രിയിൽ ഒന്നിച്ചുറങ്ങാൻ പോയവരിൽ ഭൂരിഭാഗത്തിനെയും കാണുന്നില്ല. അവരുടെ മൃതദേഹങ്ങൾ പോലും വീണ്ടെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് എത്രത്തോളം ഭീകരമാണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. കാരണം നമ്മൾ എവിടെ ചെന്നാലും, ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന, ഉരുൾപൊട്ടൽ നടക്കുന്ന സ്ഥലത്ത് ചെന്നാൽ, അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്നാൽ, അവിടെ എല്ലാ മനുഷ്യർക്കും ഒരു മരണത്തിൻ്റെയോ ഒരു കാണാതാവലിൻ്റെയോ കഥ പറയാനുണ്ട്. അത്രമേൽ ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. മൊത്തം 70-ന് മുകളിൽ മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കാത്തത്. അതിൽ മൃതദേഹമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു മനുഷ്യൻ്റെ ഒരു ആകൃതിയും ഒക്കെ ഉള്ളത് 29 മൃതശരീരങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ അവരെ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ചില ആളുകൾ വീണ്ടും, കാരണം നമുക്ക് പ്രിയപ്പെട്ടവരാണ്, ഏതെങ്കിലും രീതിയിൽ അവരെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് വീണ്ടും തിരയാൻ വേണ്ടി ബന്ധുക്കളൊക്കെ എത്തുന്നുണ്ട്. ഒരാൾ ഇപ്പോൾ ഒരു സംശയം തോന്നിയ ഒരു മൃതദേഹം കാണാൻ വേണ്ടി എത്തിയാൽ മോർച്ചറിയിലുള്ള 29 മൃതദേഹങ്ങളും കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നുള്ളതാണ് ഔദ്യോഗികമായ വിശദീകരണം. ബാക്കി 64 ആളുകളുടെ അവയവങ്ങളാണ്, ആന്തരിക അവയവങ്ങളും ഒപ്പം തന്നെ കയ്യോ കാലോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെയുള്ള അവയവങ്ങളാണ്. അതെന്താണ് ചെയ്യേണ്ടതെന്ന് നിലവിൽ തീരുമാനിച്ചിട്ടില്ല. നാളെയോടുകൂടി ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രഘു, ഈ പൊതുദർശന ചടങ്ങിൻ്റെ സമയം അത് കുറച്ചിട്ടുണ്ടാകും അല്ലേ? കാരണം 9 മണി പിന്നിട്ടിരിക്കുന്നു. പക്ഷേ പ്രാർത്ഥന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയേ മതിയാവുകയുമുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ കാലാവസ്ഥയുടെ കാര്യത്തിലൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അല്ലേ?
കാലാവസ്ഥ മഴ മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു തേയിലത്തോട്ടമായതുകൊണ്ടൊരു എപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തണുപ്പ് കൂടുതൽ നിൽക്കുന്ന സ്ഥലത്താണല്ലോ തേയില വളരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തണുപ്പ് ഇവിടെ ഈ സ്ഥലത്തുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ നമ്മുടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ ഉള്ളത്. സ്വാഭാവികമായി തന്നെ മഴ പെയ്താൽ കാര്യങ്ങൾ മോശമാകും. പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ എത്തിയപ്പോൾ മുതൽ മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമായൊരു കാലാവസ്ഥയാണ് നിലവിലുള്ളത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ 4 മന്ത്രിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ പൊതുദർശനത്തിനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം വൈകുന്നേരം 3 മണിയോടുകൂടി തന്നെ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അവരൊക്കെ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകും. അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകിയില്ലെങ്കിൽ പിന്നീട് അതൊരു വലിയ വിവാദത്തിലേക്കൊക്കെ പോകും. അതുകൊണ്ട് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. ഇതിനുശേഷമായിരിക്കും സർവ്വമത പ്രാർത്ഥന നടക്കുക. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രഘു, വൈകുന്നേരമൊക്കെ അവിടെ സേവന പ്രവർത്തനങ്ങൾക്ക് ആ ഭൂമി ആ തരത്തിൽ ഒരുക്കാനൊക്കെ വലിയ പ്രയത്നവുമായി നിൽക്കുന്ന ധാരാളം യുവാക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ തുടരുകയാണോ? അതെ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ തോന്നുന്ന ഒരു DYFI പ്രവർത്തകൻ PPE കിറ്റ് ധരിക്കുകയാണ് മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി. DYFI പ്രവർത്തകരുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, സേവാഭാരതി പ്രവർത്തകരുണ്ട്, AKSS പ്രവർത്തകരുണ്ട്, PDP പ്രവർത്തകരുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും സജീവമായി രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരു തലത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന മുഴുവൻ സംഘടനകളുടെയും ആളുകൾ ഒരേ മനസ്സോടുകൂടി ഇവിടെയുണ്ട്. അവർ ഒത്തൊരുമിച്ച് വിവിധ യൂണിഫോമുകളാണ് അവർ ധരിക്കുന്നതെങ്കിലും അവരുടെ മനസ്സ് ഒരേ കാര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ശരീരവും ഒരേ കാര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവർ ഒരേ മനസ്സോടെ ഒരേ താളത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഇത്രയും വലിയ രീതിയിൽ പരാതികളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നത്. എന്തായാലും ആളുകളൊക്കെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ രാത്രി ആയതുകൊണ്ട് ശരി രഘു, അവിടെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടി വരുന്നത് കൊണ്ട് രഘുവിന്റെ ശബ്ദം ശരിയാകുന്നുമില്ല. നമുക്ക് പെട്ടെന്ന് രഘുവിലേക്ക് വരാം.